കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. എന്തുവാ ഈ കുഞ്ഞിത്തലയിൽ ഇത്രയും ആലോചിച്ചു കൂട്ടാൻ? അവളുടെ തലയ്ക്കു മുകളിൽ വെറുതെ ഒന്ന് ആട്ടിക്കൊണ്ട് ഏതൻ ചിരിക്കുമ്പോഴും പെണ്ണിന്റെ കണ്ണിൽ പരിഭ്രമവും വെപ്രാളവുമാണ്. ഇതിപ്പോ കുറെ നേരമായി ഇരിപ്പു തുടങ്ങിയിട്ട്. എന്റെ കുഞ്ഞെ സ്ഥലം എത്തി, ഇറങ്ങ്, വായോ. തറവാട്ടിലെത്തി ഇത്തിരി നേരം കഴിഞ്ഞിട്ടും കാറിൽ നിന്ന് ഇറങ്ങാതെ അവനെ പരിഭവത്തോടെ നോക്കുന്നവളാണ് ഏതെന്റെ സംസാരം അത്രയും. അത് ഞാനേ, പിന്നെ എങ്ങനെയാ സാർ, ഇവിടെയുള്ളവരൊക്കെ എന്ത് കരുതും? മുത്തശ്ശിയെയും കുഞ്ഞമ്മയും കാണാൻ വേണ്ടി തറവാട്ടിലേക്ക് വന്നതാണ്. വരുന്ന വഴി മൊത്തവും രാമായണം ചൊല്ലിയിട്ടും ഇവിടെ എത്തിയപ്പോൾ രാമൻ രാവണന്റെ അച്ഛനാണ് എന്ന രീതിയിലാണ് പെണ്ണിന്റെ പെരുമാറ്റം പോകുന്നത്. അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ, നമുക്കെന്താപ്പോ? അല്പം ചൊടിയോടെ പെണ്ണിനോട് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അത് കണ്ടതും പിന്നാലെ അവളും ചാടിയിറങ്ങി. അത് പ്രതീക്ഷിച്ച പോലെ ഏതന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നെത്തി നോക്കി. ബ്ലൂ ഡെനിമും വൈറ്റ് ഷർട്ടുമാണ് ഏതന്റെ വേഷം. ഇൻ ചെയ്ത് എക്സിക്യൂട്ട് ലെവലിലാണ് അത് ധരിച്ചിരിക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോ ഷർട്ട് ഊരിയിട്ടിട്ട് പുറത്താ പിന്നെ കിടന്നേ. ഇത് പിന്നെ എപ്പോ ഇങ്ങനെ ആക്കിയോ ആവോ. അവന് പിന്നാലെ നടക്കുമ്പോ ആദ്യം ചിന്ത പോയത് ആ വഴിക്കായിരുന്നു. സർ. ആ. തിരിഞ്ഞു നോക്കാതെ അവൻ വിളി കേട്ടു. വേഗത്തിൽ നടക്കല്ലേ. ആ പറച്ചിലിൽ സ്പീഡ് കുറച്ചവൻ ഒന്ന് നിന്നപ്പോഴേക്കും പെണ്ണ് ഓടി വന്നവന്റെ സ്ലീവ്സിൽ പിടിമുറുക്കി. പൊതുവെ ഒപ്പമുള്ളപ്പോ ഇങ്ങനെയാ, ഒന്നെങ്കിൽ കുഞ്ഞിവിരലിൽ, അല്ലെങ്കിൽ തന്റെ ഷർട്ടിന്റെ പിന്നിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ സ്ലീവ്സിൽ. അവളുടെ വിരലുകൾ എവിടെയെങ്കിലും ഒരിടത്ത് പിടുത്തമിട്ടിരിക്കും. അവൻ അവളെ ഒന്ന് നോക്കി. അവിടെ ഇപ്പോഴും ടെൻഷനാണ്. എന്താടാ കുഞ്ഞാ നിന്റെ പ്രശ്നം? പെണ്ണിന്റെ പിടുത്തം മുറിയാതെ അവൻ സൈഡിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ ആരാന്ന് അവരൊക്കെ ചോദിക്കില്ലേ? ആ പിടുത്തം ഒന്നുകൂടെ വലിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ, ചോദിക്കും. അപ്പൊ എന്തു പറയും? കണ്ണൊക്കെ വിടർത്തി അവനെന്താ പറയുക എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു ചോദ്യം അത്രയും. എന്താപ്പൊ പറയണ്ടേ? കുറുമ്പും കുസൃതിയും അവനിൽ വന്ന് തുളുമ്പി. അതിപ്പോ ഞാനാണോ പറഞ്ഞു തരേണ്ടേ? അവിടെ ആ ചുണ്ടുകൾ കൂർത്തു. പിന്നെ ആരാ പറഞ്ഞു തരേണ്ടേ? ഇത്തിരിയും കൂടി അവളിലേക്ക് ചരിഞ്ഞ് ആ മീശത്തുമ്പിനറ്റം കടിച്ചു പിടിച്ച് ഭയങ്കര കാര്യത്തോടെയാണ് ചോദ്യം. എന്തായാലും ഞാനല്ല. അവരൊക്കെ മാഷിന്റെ അല്ലേ ബന്ധുക്കൾ? അപ്പൊ പിന്നെ അവരോട് മാഷല്ലേ പറയേണ്ടത്? പെണ്ണിൽ ചൊടിയായിരുന്നു. അങ്ങനെയാണല്ലേ, അപ്പൊ പിന്നെ ഞാൻ തന്നെ വേണം മറുപടി കൊടുക്കാൻ. അവള് പറഞ്ഞത് മനസ്സിലായ പോലെ അവനൊന്ന് തല കുലുക്കി നോക്കി. അത് കണ്ടതും ആ കൂർപ്പിക്കൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കണ്ണിലെ ചോദ്യം പഴയ തന്നെയാണ്. അത് കാണുന്ന കുസൃതിയിൽ ചെക്കൻ പിന്നെയും പെണ്ണിനോട് കുറുമ്പ് പറയാൻ തുടങ്ങി. എത്ര മാർക്ക് കൊടുക്കാം? തിരിഞ്ഞു എന്നുള്ള ചോദ്യത്തിൽ അവളൊന്ന് പകച്ചു. ഞെട്ടണ്ട, ഇത്രയും നേരം സൂക്ഷിച്ചു നോക്കിയതല്ലേ, അപ്പൊ പറയ്, എനിക്ക് എത്ര മാർക്കാ നീ ഇട്ടേക്കുന്നത്? അവളെ കളിയാക്കിക്കൊണ്ട് വാ തുറന്ന് ചിരിച്ചവന്റെ ചിരി അടുത്ത നിമിഷം തന്നെ വലിയൊരു അലർച്ചയായി മാറി. മുലൂ. നുള്ളി കെട്ടിടം നന്നായി ഒഴിഞ്ഞുകൊണ്ട് അവൻ പെണ്ണിനെ കാലിപ്പിൽ നോക്കി അങ്ങ് ചീറി. ആ അലർച്ചയിൽ പെണ്ണ് ശരിക്കും ഞെട്ടിപ്പോയി. കളിയാക്കിയപ്പോ മനസ്സറിയാതെ ചെയ്തു പോയതാ. സംഗതി കൈവിട്ടു പോയെന്നവന്റെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം. അവള് പെട്ടെന്ന് കയ്യിൽ പിടിച്ച് മെല്ലെ ഒഴിഞ്ഞു. ഇത് നല്ല ഏർപ്പാടാട്ടോ അമലു. ആദ്യം നുള്ളുക, പിന്നെ ഒഴിഞ്ഞു തരിക. അവൾ പിടിച്ച കൈ തട്ടി മാറ്റാതെ തന്നെ വാശി കാണിച്ചവൻ മുഖം തിരിച്ചു. അത് പിന്നെ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ? പിണങ്ങി പറയുമ്പോഴും കൈയുടെ തടവില് നിർത്തിയില്ലായിരുന്നവൾ. ഓവ, ഇക്കണക്കിന് പോകുന്നെങ്കിൽ കുറെ കഴിയുമ്പോൾ എന്റെ കൈ തന്നെ ഇല്ലാണ്ടാവൂട്ടോ. അവൻ പിറുപിറുത്തു ഒപ്പം മുന്നേക്ക് നടന്നു. കെറിവിച്ചു പോകുന്നവനൊപ്പം എത്താൻ പെണ്ണ് ഇത്തിരി കൂടി വേഗത്തിൽ നടന്നു. ഒരു തരത്തിൽ കുഞ്ഞൊരോട്ടം പോലെ. സർ. ആ. അപ്പോഴേക്കും വീടിന്റെ വാതിലെത്തിയിരുന്നു. പറയ്, എന്താ പറയാൻ പോകുന്നേ? അത് ഞാനിപ്പോ. അവൻ ചൂണ്ടുവിരൽ താടിയിൽ തൊട്ട് ആലോചിക്കും പോലെ നിന്നപ്പോഴോ അകത്തു നിന്ന് വരുന്നവരെ കാണുന്നത്. ആഹാ, നീ എത്തിയോ? എന്താടാ നീ താമസിച്ചേ? നീ 1 മണിക്ക് മുന്നേ വരുമെന്നാണല്ലോ ലളിതേച്ചി പറഞ്ഞേ. 1000 ചോദ്യങ്ങളോടെ ഇറങ്ങി വരുന്ന സ്ത്രീയിലായിരുന്നു ആമ്പിളിന്റെ കണ്ണ്. മുണ്ടും നേരിയതുമാണ് വേഷം. അത് നല്ല ഭംഗിയിൽ ചുറ്റിയിട്ടുണ്ട്.
ടീച്ചറിന്റെ അത്രയും കളറില്ലെങ്കിലും ഏകദേശം ടീച്ചറിനെ പോലെയാണ് മുഖം. പിന്നെ എടുത്തു പറയേണ്ടത് ആ മുടിയാണ്. ടീച്ചറെ കാണുമ്പോഴും ശ്രദ്ധിച്ചിരുന്നത് മുടിയാണ്. പക്ഷേ ഇത് അതിലും കൂടുതലുണ്ട്. അത് നല്ല ഭംഗിയിൽ തുമ്പൊക്കെ കെട്ടി അതിന്റെ അറ്റത്ത് പൂവും വെച്ച് നല്ല ഭംഗിയുള്ളൊരമ്മ. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരെ കുഞ്ഞമ്മേ? ഇക്കണ്ട പിള്ളേരൊക്കെ കൂടുന്ന തിരക്കിൽ നിന്നും വണ്ടിയെടുത്ത് ഇവിടം വരെ വരാൻ ഞാൻ പെട്ട പാട്. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ കോളറിന്റെ തുമ്പ് പിന്നിലേക്ക് പിടിച്ചിട്ടുകൊണ്ടാണ് വർത്തമാനം. ഒപ്പം ചോദ്യം ചോദിച്ചവന്റെ മുഖത്തും തലയിലും ഒക്കെ തലോടുന്നവരെ തോളിലൂടെ ചേർത്തും പിടിച്ചിട്ടുണ്ട്. അതല്ലേ ഞാനും കരുതി. കഷ്ടി 20 മിനിറ്റ് പോലും യാത്രയില്ലാത്തത് നീ എന്താ ഇത്രയും താമസിക്കുന്നേന്ന്. ചോദിക്കുമ്പോഴും അരുമയായി അവന്റെ തോളിലും കയ്യിലുമൊക്കെയാണ് ആ വിരലുകൾ. അതൊക്കെ പോട്ടെ, കുഞ്ഞമ്മ എന്റെ ഒപ്പം വന്ന ആളെ കണ്ടില്ലേ? ചോദിക്കുന്നതിനൊപ്പം തന്നെ തന്നെ മാത്രം നോക്കി നിന്ന കുഞ്ഞമ്മയെ സൈഡിലേക്ക് അവൻ ചരിക്കുകയും ചെയ്തു. അയ്യോ എന്റെ ദേവി, നിന്നെ കണ്ട സന്തോഷത്തിൽ ഒപ്പം നിൽക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി മോളെ. ഞാനേ ഇവനെ കണ്ട സന്തോഷത്തിൽ ഓടി അടുത്തേക്ക് വന്നവർ അവളെ അവനെയും പോലെ തൊട്ടും തലോടിയും കെട്ടിപ്പിടിച്ചു. ഇത്തിരി നേരത്തേക്കാണെങ്കിലും അവളെ നോക്കാതെ തന്നെ ക്ഷമ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. ഇത്തിരി നേരത്തേക്കാണെങ്കിലും തന്നെ ഇവരെല്ലാം അവഗണിച്ചു എന്നുള്ള ചിന്ത മനസ്സിൽ വന്നത് ആ അമ്മയുടെ സ്നേഹം നിറഞ്ഞ വാക്കിൽ അവളിൽ നിന്നും ഓടി എവിടേക്കോ പോയി. അതുപോലെ തന്നെ ടീച്ചറിനെ പോലെ മുന്നിൽ നിൽക്കുന്നതും അവൾക്ക് ആ നിമിഷം പ്രിയപ്പെട്ടവളായി. എന്റെ കുഞ്ഞമ്മേ, അവളെ കെട്ടിപ്പിടിച്ചെന്ന് തൊട്ടു നോക്കിയതൊക്കെ മതി. ഇവിടെ മനുഷ്യന്റെ വയറ് വിശന്നിട്ട് പാടില്ല. അയ്യോ, ഞാനത് മറന്നുപോയടാ. നീ വന്നേ, ഇവിടെ രണ്ടുപേരും നിന്റെ വരവും കാത്ത് വിശന്നിരിക്കുക. ആഹാ, ചിറ്റപ്പനും മുത്തശ്ശിയും കഴിച്ചില്ലേ? നന്നായി. നീ വരുമെന്ന് പറഞ്ഞിട്ട് അവര് കഴിക്കുമോ? മോളും വാട്ടോ. പറയുന്നതിനൊപ്പം തന്നെ അവളെയും കയ്യിൽ പിടിച്ച് കുഞ്ഞമ്മ അകത്തേക്ക് നടക്കുമ്പോഴാണ് പുറത്തേക്ക് വരുന്ന ആളിൽ അവളുടെ കണ്ണു പതിയുന്നത്. നല്ല പൊക്കത്തിലും വണ്ണത്തിലും ഉള്ള ഒരാൾ. അത് കണ്ടതും അതുവരെ അവർക്കൊപ്പം നടന്നിരുന്നവൾ പെട്ടെന്ന് ഏതന്റെ പിന്നിലേക്ക് മാറി. ഒപ്പം പിന്നിലെ ഷർട്ടിൽ പിടുത്തവും വീണു. അതറിഞ്ഞതും മുന്നിലേക്ക് വേഗത്തിൽ പോകാൻ തുടങ്ങിയവൻ അവിടെ തന്നെ നിന്നു. നീ നല്ലോണം താമസിച്ചല്ലോടാ. അടുത്തേക്ക് എത്തിയാൽ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അവളും അല്പം മുന്നോട്ട് നീങ്ങിപ്പോയി. ആഹാ, ടീച്ചറമ്മയുടെ ആമ്പലൂട്ടിയും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നോ? സ്വന്തം പേര് അദ്ദേഹത്തിൽ നിന്നും കേട്ടതും പെണ്ണ് അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. അമലു, ഇതാട്ടോ എന്റെ ചിറ്റപ്പൻ. അല്ലെങ്കിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന 6 അടി പൊക്കത്തിലുള്ള ആളെ കണ്ടേ പെണ്ണ് ഞെട്ടിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം പേരും കൂടി കേട്ടതും ഉള്ള കിളികളൊക്കെ പറന്നുപോയി. ആകെ അന്തം വിട്ടാണ് ആ നിൽപ്പ്. ഇങ്ങനെ നോക്കി നിൽക്കാതെ അകത്തേക്ക് കയറി വാ. നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതുവരെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഏ, സമയം 1:30 ചിറ്റപ്പൻ കഴിച്ചില്ലെന്നോ? എങ്കിൽ പിന്നെ മഴ പെയ്യും അല്ലേ കുഞ്ഞമ്മേ? ആളെ കളിയാക്കി കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സംസാരം. പോട ചെറുക്ക, നിന്നെ കാത്തിരുന്നിട്ട് ഇപ്പൊ നീ ചിറ്റപ്പനെ കളിയാക്കുന്നോ? അവന്റെ കയ്യിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് കുഞ്ഞമ്മ പരിഭവം പറഞ്ഞതും ഒപ്പം നിന്നയാള് തോളിലൂടെ അവരെ ചേർത്ത് പിടിച്ചു. കണ്ടോടാ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ ചിരിയിൽ പങ്കുചേർന്ന് അവനും ചിരിച്ചുകൊണ്ട് നോക്കിയത് അപ്പുറം നിൽക്കുന്ന പെണ്ണിനെയാണ്. അവിടെ ഇപ്പോഴും അന്തം വിട്ടുള്ള നിൽപ്പാണ്. അമലു, ഹെടിയെ. അവനൊന്ന് കയ്യിൽ തൊട്ടതും ഞെട്ടിക്കൊണ്ട് പെണ്ണ് നോക്കി. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്നവൾ ഇതുവരെ മുഹമ്മദ് സർക്കാരിൽ നിന്ന് മുകളിലേക്ക് വന്നില്ലെന്നവന് മനസ്സിലായത്. നിന്റെ കൂടെ ഒരു പാവം കൊച്ചിനെയും കൂടി പറഞ്ഞു വിടുന്നെന്ന് ലളിത പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോ ഒരു വല്ലാത്ത പാവക്കുട്ടിയാണല്ലോ. അദ്ദേഹം ചിരിയോടെ പറയുമ്പോൾ അവൾ പിന്നെയും ഏതന്റെ അടുക്കിലേക്ക് ഒട്ടി. അതെ, ഞങ്ങൾ രണ്ടും പിള്ളേരെ പിടുത്തക്കാരൊന്നുമല്ല ഇങ്ങനെ അവനെ ഒട്ടിയൊട്ടി നിൽക്കാൻ. വീണ്ടും അദ്ദേഹം പറഞ്ഞതല്ല കുഞ്ഞമ്മ ആളുടെ തോളിൽ ഒരു കുഞ്ഞടി കൊടുക്കുന്ന കണ്ടു. മതി, കൂടനുണ്ട്. ഒന്നാമത് ആ കുട്ടി പേടിച്ചാ നിൽക്കുന്നത്. അപ്പോഴാ മോള് വന്നേ. ഇവിടെ ചിറ്റപ്പനും മോനും കൂടി വിട്ടാൽ ആരാളെ വെറുതെ വിടില്ല കളിയാക്കിയിട്ട്. അവളുടെ കൈയും പിടിച്ച് കുഞ്ഞമ്മ ഭർത്താവിനെ നോക്കുന്നത് വല്ലാത്തൊരു കൗതുകത്തോടെയാണ് അവൾ നോക്കി നിന്നത്. അതൊക്കെ ശരി തന്നെ. നീ അതിനെ ആദ്യം അകത്തേക്ക് കൊണ്ടുപോ, എന്നിട്ടല്ലേ ബാക്കി. യദുവിനെയും തോളിൽ പിടിച്ച് അദ്ദേഹം നടക്കുന്നതിനൊപ്പം ഭാര്യയുടെ കൈയും അയാളുടെ അടുത്ത കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ ഇരിക്കേ, അപ്പോഴേക്കും ഞാനെല്ലാം എടുത്ത് ടേബിളിലേക്ക് വെക്കാം. പറയുന്നതിനൊപ്പം തന്നെ കൂടെയുള്ള ആളെ കണ്ണുകൊണ്ട് അകത്തേക്ക് വിളിക്കുന്നതും കണ്ടു. നിങ്ങൾ ഇരിക്കെ, എന്നിട്ട് ഈ നാരങ്ങ വെള്ളം കുടിക്ക്. അപ്പോഴേക്കും ഞാൻ പോയി എന്റെ ഭാര്യയെ സഹായിച്ചിട്ട് വരാം. പതുക്കെ സഹായിച്ചാൽ മതി. ഞങ്ങൾ അപ്പോഴേക്കും മുത്തശ്ശിയെ കണ്ടിട്ട് വരാം. വന്നേ അമലു, മുത്തശ്ശിയെ കാണിച്ചു തരാം.
പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ അവളുടെ കൈയും പിടിച്ച് നടന്നു തുടങ്ങി. വിട്ടേ സർ, ദേ അവരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നു. അവർ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കുന്നു കണ്ട പെണ്ണ് കയ്യിൽ പിടിവിടാൻ നോക്കിയെങ്കിലും ഒരിഞ്ച് പോലും അയക്കാതെ അവന്റെ വിരലുകൾ അവളുടെ വിരലിൽ കൂടുതൽ മുറുകിയതേയുള്ളൂ. അല്പം മുന്നോട്ട് ചെന്ന് ഇടനാഴി കയറിയതും പെണ്ണ് അവന്റെ വലത് കൈയിൽ പിടിച്ചു നിർത്തി ഇടത് കൈയാലെ പറ്റുന്ന പോലെ ആ കൈത്തടത്തിൽ നല്ലൊരു നുള്ളു കൊടുത്തു. അമലു, ദേ പെണ്ണെ, ഇന്ന് തന്നെ ഇത് 3-4 തവണയായി. എനിക്ക് ദേഹം നൊന്താൽ അല്ലെങ്കിൽ തന്നെ ഭ്രാന്താണ്. ഇനി ഒരു തവണയോട് ഇതുപോലെ എന്തെങ്കിലും നീ കാണിച്ചാലുണ്ടല്ലോ. ഭീഷണിപ്പെടുത്തി അവൻ അവളിൽ നിന്നും 1 ഇഞ്ച് വിരലിന്റെ കനം പോലും ഇല്ലാത്തത്രയും അടുത്തെത്തി. അത് പിന്നെ അവരോടൊക്കെ മുന്നിൽ വെച്ച് എന്റെ കൈ പിടിച്ചിട്ടല്ലേ. ഒരു നിശ്വാസത്തിനപ്പുറം അവനെ കണ്ടിട്ടും അവളിൽ പതർച്ചയൊന്നും വന്നില്ല. മറിച്ച് താൻ പറയുന്നത് കേൾക്കാതെ അവൻ പിടിച്ചതിന്റെ ദേഷ്യമായിരുന്നു ആ മുഖം നിറയെ. പിടിക്കും, ഇനിയും പിടിക്കും, 4 ആള് കാണുക തന്നെ പിടിക്കും. നീ കൊണ്ട് കേസ് കൊടുക്കടി. ഇത്തവണ നുള്ളിയിടം അവളുടെ കയ്യിൽ കൊടുക്കാതെ അവൻ തന്നെ അങ്ങ് തിരുമ്മി. എങ്കിൽ പിന്നെ മാഷ് ഇതുപോലെ കുറെ വാങ്ങി പൊട്ടിക്കും. ഉവ്വ, നോക്കിക്കോ, ഇനി നീ നുള്ളാൻ വാ. ഇനിയും നുള്ളും. അവൾ ഒട്ടും കുറച്ചില്ല. കാര്യം അവള് നുള്ളി തൊലിയെടുക്കുമ്പോൾ പ്രാണൻ പോകുന്ന വേദന ഉണ്ടാകുമ്പോഴും അത് കഴിഞ്ഞുള്ള പെണ്ണിന്റെ ചൊടി കാണാൻ പ്രത്യേക ചേലാണ്. അതെ മാഷേ, അല്ല സർ. നാവിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് പെണ്ണ് പെട്ടെന്ന് തിരുത്തി. അമലു, നീ എവിടെയെങ്കിലും ഒരിടത്ത് ഉറപ്പിക്ക്. ഇത് കുറെ സാറ് കുറെ മാഷ് എന്താടി? അത് പിന്നെ മനഃപൂർവ്വമല്ല. ഇടയ്ക്കൊക്കെ നാവിൽ മാഷെന്നാ വരുന്നത്, അതുകൊണ്ടല്ലേ. പിന്നാലെ നടന്നോള് മെല്ലെ പറഞ്ഞു. എങ്കിൽ പിന്നെ നീ ഇനി മുതൽ എന്നെ മാഷെന്ന് വിളിച്ചാൽ മതി, എന്റെ അമ്മ അച്ഛനെ വിളിക്കുന്ന പോലെ. അവസാന വാക്കുകൾ പക്ഷെ അവൾ കേൾക്കാതെ അത്രയും മെല്ലെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് വിടുന്ന പുഞ്ചിരിക്ക് അവന്റെ പ്രണയത്തിന്റെ നിറമായിരുന്നു. മതിയല്ലേ, എങ്കിൽ പിന്നെ അത് മതി, എനിക്കും അതാ ഇഷ്ടം. അവളും ചിരിച്ചുകൊണ്ട് അവനൊപ്പം കൂടി. ദേ ഇതാട്ടോ മുത്തശ്ശിയുടെ മുറി. പാതി ചാരിയ വാതിലിന് മുന്നിലെത്തി അവൻ അവളെ തിരിഞ്ഞു നോക്കി. ആണോ? അതുവരെ ചിരിച്ചു നിന്നവളുടെ മുഖം പെട്ടെന്നാണ് മാറിയത്. എന്തേ, പിന്നെയും പേടി കയറിക്കൂടിയോ? ചിരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ പെണ്ണിന്റെ മുഖം വീർത്തു. ഇതിങ്ങനെ കുട്ടികളെ പോലെ വീർപ്പിക്കാതിരി പെണ്ണെ. അവളുടെ വീർത്ത കവിളിൽ വിരൽ കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്ന പോലെയാക്കി അവൻ ഉറക്കെ ചിരിച്ചു. മാഷിന് ഒക്കത്തിനും ചിരിയാണ്. ഇവിടെ എനിക്കാകെ പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നു, അറിയോ? അച്ചടാ, കുഞ്ഞാവിക്ക് കൈയും കാലും വിറയ്ക്കുന്നോ? ചെക്കൻ ചിരിച്ചതും പെണ്ണിന്റെ വിരലുകൾ അവനായിട്ട് നീണ്ടു. അടങ്ങ് പെണ്ണേ, ഇവിടെ നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൊച്ചേ. ഇവർക്കൊക്കെ നിന്നെ നല്ലോണം അറിയാം. പറഞ്ഞുകൊണ്ട് അവൻ ആ വാതിലേക്ക് തൊടാൻ പോയതും പെണ്ണ് അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഇവർക്കൊക്കെ എങ്ങനെ എന്നെ അറിയാനോ? ടീച്ചറമ്മ പറഞ്ഞായിരുന്നോ? ആകാംക്ഷ കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവനല്ല എന്ന രീതിയിൽ തലയാട്ടി. പിന്നെ ഞാൻ പറഞ്ഞു എല്ലാരോടും. എന്ത്? അതോ? അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണിൽ മാത്രമായി. പറയ്, എന്താ പറഞ്ഞതെന്ന്. അത് ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എന്റെ കൂടെ ഒരു കുട്ടി ഇന്നവിടെ വരുന്നുണ്ട്. അവൾ വേറെ ആരുമല്ല, മറിച്ച്. താൻ പറയുന്നതിന് ബാക്കി കേൾക്കാനായി അവളുടെ മുഖത്തുള്ള വെപ്രാളം അവനെ ഒരു നിമിഷം വല്ലാത്ത കുറുമ്പനാക്കി. മറിച്ച് ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാണെന്ന് എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ആ നേരം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകൾ കേട്ടതും പെണ്ണിലേക്ക് പിന്നിലേക്ക് ചാഞ്ഞ് തറഞ്ഞു നിന്നുപോയി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.